നമുക്കറിയാം സാംസങ് ഗാലക്സി എം സീരീസിൽ ഇതിന് മുന്നേ പുറത്തിറക്കിയിരുന്ന സ്മാർട്ട് ഫോണുകളാണ് സാംസങ് ഗാലക്സി M30s, അതിനുശേഷം M31s. ഇപ്പോൾ ആ ഒരു ലൈനപ്പിൽ ഇതാ M32 എന്ന സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോൺ ആദ്യം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്ന് 1 by 1 ആയിട്ട് പരിശോധിക്കാം. ഇതുപോലെ ഒരു ചെറിയ ബോക്സിനകത്താണ് സാംസങ് ഗാലക്സി M32 എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഏറ്റവും മുകളിൽ ഇതുപോലെ ഗാലക്സി M32 എന്നും താഴെ ഇതുപോലെ സാംസങ് എന്നും എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. യെസ്, ഇതായിരിക്കുന്നു സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. കൂടാതെ ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫോണിൻ്റെ ബോക്സിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പേപ്പർ കവർ കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, റീജിയണൽ ലോക്ക് ഗൈഡ്, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ. ചാർജിങ്ങിനായിട്ട് 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഓർക്കുക, ഫോൺ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, പക്ഷേ ബോക്സിനോടൊപ്പം 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറേ ഉള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ചാർജ് ചെയ്യാനായിട്ട് USB Type-C കേബിളും നൽകിയിട്ടുണ്ട്. ബോക്സിനകത്ത് ഇതുപോലെ ഇവിടെ സിം ഇജക്ടർ പിന്നും കൊടുത്തിരിക്കുന്നു. ഓർക്കുക, ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ബാക്ക് കേസ് നൽകിയിട്ടില്ല. ബാക്ക് കേസ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ദേ ഇരിക്കുന്നു ഫോൺ. അപ്പോൾ ഫോണിൻ്റെ പുറത്തുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവർ പീൽ ഓഫ് ചെയ്യാം. യെസ്, സാംസങ് ഗാലക്സി M32. ഈ ഒരു സ്റ്റിക്കർ കൂടെ ഇളക്കി മാറ്റാം. സാംസങ് ഫോണുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഡിസ്പ്ലേക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഏറ്റവും മികച്ച ഡിസ്പ്ലേ ആണ് എപ്പോഴും ഓരോ പ്രൈസ് സെഗ്മെൻറ്റിലും സാംസങ് നൽകുന്നത്. അത് ഇവിടെ സാംസങ് ഗാലക്സി M32 എന്ന സ്മാർട്ട് ഫോണിലും ഒട്ടും വിഭിന്നമല്ല. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്തും സാംസങ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന് മാക്സിമം 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് 800 nits ആണ് മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും സ്ക്രീനിൽ ചെറിയ പോറലുകളൊന്നും ഏൽക്കില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. സാംസങ്ങിൻ്റെ 17,000 രൂപയിൽ താഴെ വില വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി M32. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ സൂപ്പർ അമോ LED ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നത് ഒരു വലിയ കാര്യമെന്ന് എടുത്ത് പറയട്ടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ സൂപ്പർ അമോ LED ഡിസ്പ്ലേയും 90 ഹെർട്സ് റിഫ്രഷ് റേറ്റുമുള്ള ഒരു സ്ക്രീൻ നൽകുന്നത്. എന്ത് തന്നെയായാലും മികച്ച ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഈ ഒരു ഫോണിന് അത് നൽകിയിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ കാണുന്ന ഒരു മികച്ച ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണിലും നൽകിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. ഈ ഒരു ഫോണിനകത്ത് 6000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറേ നൽകിയിട്ടുള്ളൂ. 25 വാട്ടിൻ്റെ ചാർജർ തന്നെ ബോക്സിൽ നൽകാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ അങ്ങനെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും വലിയ കാര്യം. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 4 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ലൈൻസ് ഇതുപോലെ പോകുന്നതായിട്ട് കാണാം. അത് ലൈറ്റിന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മഴവില്ല് പോലെ പല കളറുകൾ അതിനകത്ത് ഇങ്ങനെ ഗ്ലോ ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ ഫോണിൻ്റെ ഏറ്റവും താഴെ സാംസങ് എന്ന ബാഡ്ജിങ് ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് താഴെയായിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പോളികാർബണേറ്റ് ആണ്. നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫോണിൻ്റെ ബാക്കിൽ ഇതുപോലെ തട്ടുമ്പോഴും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ചില ഫോണുകൾ വരുമ്പോൾ ഈ ഒരു ബാക്ക് സൈഡും അകത്തിരിക്കുന്ന ബാറ്ററിയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ പുറത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ്, ഒരു പൊള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ നല്ല ഇത് തമ്മിൽ, അതായത് ഈ ബാറ്ററിയും ബാക്കും തമ്മിൽ നല്ല ചേർന്നിരിക്കുകയാണ്. നല്ലൊരു ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ബാക്കിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു ബിൽഡ് ക്വാളിറ്റി അത് ഈ ഫോൺ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മികച്ച ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിനേക്കാളും മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ ഫോണിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ്. താഴെ ഇതുപോലെ 3.5 mm ഓഡിയോ ജാക്ക്, മൈക്രോഫോൺ, ചാർജിങ്ങിനുള്ള USB Type-C പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇടത് സൈഡിൽ സിം ട്രേ, മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഫോണിൻ്റെ സിം കാർഡ് ഇത്തരത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതായത് നമുക്ക് ഒരേ സമയം 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 4 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് 64 മെഗാ പിക്സലിൻ്റേതാണ്
പ്രൈമറി ക്യാമറ സെൻസർ, അതും സാംസങ്ങിൻ്റെ തന്നെ GW3 എന്ന ഐസോസെൽ സെൻസറാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡറി ക്യാമറയായിട്ട് ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ സെൻസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 123 ഡിഗ്രി വരെ വൈഡ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെയും നാലാമത്തെയും ക്യാമറകൾ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ്. സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്നതിന് വേണ്ടി 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത്. അതൊരു പഞ്ച് ഹോൾ ക്യാമറ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ലതായേനെ എന്ന് തോന്നുന്നു. മീഡിയടെക്കിന്റെ G80 എന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അടുത്തിടെ സാംസങ്ങിൻ്റെതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയ ഫോണുകളിലെല്ലാം ഒന്നുകിൽ എക്സിനോസിന്റെ പ്രോസസർ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ പ്രോസസർ. പക്ഷേ ഇവിടെ നമ്മൾ മീഡിയടെക്കിന്റെ G80 എന്ന പ്രോസറാണ് നൽകിയിരിക്കുന്നത്. 2 വ്യത്യസ്ത വേരിയന്റുകളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാവുക. 4GB RAM 64GB ഇന്റർണൽ മെമ്മറി വേരിയന്റും 6GB RAM 128GB ഇന്റർണൽ മെമ്മറി വേരിയന്റും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാം ആണ്. സാധാരണ റാമിനേക്കാളും 50% മോർ എഫിഷ്യൻ്റ് ആണ് LPDDR4X റാം. അതുപോലെ സ്റ്റോറേജ് ഫീച്ചർ എന്ന് പറയുന്നത് eMMC 5.1 എന്ന ഓപ്ഷനാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ AnTuTu സ്കോർ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം ഒരു 2 ലക്ഷത്തിൽ അധികമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. G80 എന്ന മീഡിയടെക്കിൻ്റെ ഈ ഒരു പ്രോസസ്സർ ഓക്കെയാണ്, ഒരു മീഡിയം ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് മീഡിയടെക്കിൻ്റെ G80 എന്ന പ്രോസസ്സർ. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പായിട്ടുള്ള ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായ സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള സാംസങ് ഓൺ UI 3.1 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് പതിപ്പ് എന്ന് പറഞ്ഞതിനകത്ത് വേണമെങ്കിൽ തിരുത്ത് പറയാം, ആൻഡ്രോയിഡ് 12 ഇപ്പോൾ അതിൻ്റെ ബീറ്റ വെർഷൻ ലഭ്യമാണ്. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ഫോണിൽ ഇതുവരെ ആൻഡ്രോയിഡ് 12 ലഭ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആൻഡ്രോയിഡ് 11 ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞത്. എനിവേ, ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഒരു പ്രൈസ് റേഞ്ചിൽ NFC സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സാംസങ് പേ മിനി എന്ന ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് വയർലെസ്ലി നമുക്ക് NFC കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതിന് POS മെഷീനിലൊക്കെ ഫോൺ ടച്ച് ചെയ്തുകൊണ്ട് ATM കാർഡൊന്നും ഇല്ലാതെ ഫോൺ ടച്ച് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാംസങ് പേ മിനി ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് NFC സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നേരത്തെ കണ്ടതുപോലെ പവർ ബട്ടണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. ഒരു ചെറിയ ടച്ചിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. എന്നാൽ ഫേസ് അൺലോക്ക് ഒരു റീഡിങ്ങിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുക്കുന്നതായിട്ട് കാണാം. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആ റീഡിങ്ങിന് വേണ്ടി ടൈം എടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരുപാട് സ്ലോ ഒന്നും അല്ല. നേരത്തെ നമ്മളൊരു ഫോണിൻ്റെ ഇതുപോലെ ഫിംഗർ പ്രിൻറ്റോ ഫേസ് അൺലോക്കിൻ്റെയോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ടൈം എടുക്കുന്നു പറയുമ്പോൾ ആരോ ചോദിച്ചു ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നാരോ കമൻറ്റ് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ഡിലേ ഉള്ളൂ ഫേസ് അൺലോക്കിൽ. അതുപോലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഫേസ് അൺലോക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫോണും ഫേസും തമ്മിൽ എത്ര ദൂരത്തിൽ പിടിച്ചോ ആ ദൂരത്തിൽ തന്നെ വീണ്ടും അൺലോക്ക് ചെയ്യാൻ പിടിക്കുമ്പോഴാണ് ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവുന്നത്. എന്നാൽ കുറച്ചുകൂടെ ദൂരത്തിൽ നമ്മൾ ആ രജിസ്റ്റർ ചെയ്തപ്പം ഫേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ച് ദൂരത്തിലേക്ക് പിടിക്കുമ്പോൾ ഫേസ് അൺലോക്ക് കുറച്ചുകൂടി സ്ലോ ആകുന്നതായിട്ടും ഫീൽ ചെയ്തു. ഈ ഒരു ഫോൺ 2 വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാണ്, ബ്ലാക്ക് കളറിലും ലൈറ്റ് ബ്ലൂ കളറിലും. ഇത് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ പോലെ നമുക്കിത് തോന്നും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ 193 ഗ്രാമാണ്, 200 ഗ്രാമിൽ താഴെയാണ്. അതുകൊണ്ട് ഡീസൻ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പക്കയാണ്, കറക്റ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കയ്യിലൊക്കെ ഇത്തരത്തിൽ പിടിച്ചാൽ ഈ ഒരു 193 ഗ്രാം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ ഫോണിൻ്റെ തിക്നെസ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 9.3 മില്ലിമീറ്റർ ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. സാംസങ്ങിൻ്റെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല. സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളിലും കാണുന്ന ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം. സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതും ഫുൾ HD+ ഡിസ്പ്ലേ, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു അമോ LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ബ്ലാക്ക് പോർഷനൊക്കെ നല്ല ഷാർപ്പ് ബ്ലാക്ക് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു വീഡിയോ ക്വാളിറ്റി അനുഭവം അതിമനോഹരം തന്നെ എന്ന് എടുത്തു പറയട്ടെ. എന്നാൽ ഇവിടെ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. അത് പഞ്ച് ഹോളിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് തോന്നുന്നുണ്ട്. ഇത് ഡിസ്പ്ലേയിൽ ഒരു അല്പം സ്ഥലം കവരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ മോണോ സ്പീക്കറാണ്. ഫോണിൻ്റെ താഴ്ഭാഗത്താണ് സ്പീക്കർ ഔട്ട് ഇരിക്കുന്നത്. മോണോ സ്പീക്കറാണ് നൽകുന്നത്. സ്റ്റീരിയോ സ്പീക്കർ കൂടിയൊക്കെ കൊടുത്തിരുന്നത് കൊള്ളാമെന്ന് തോന്നി. എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധികം ആഗ്രഹിക്കാൻ പാടില്ല. എന്ത് തന്നെയായാലും ഉള്ള മോണോ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് അത് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. സ്പീക്കറിൽ നിന്ന് കരകരപ്പോ ഡിസ്റ്റോർഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ലൗഡായിട്ടുള്ള മികച്ച ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ സ്പീക്കറിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു ഫോണിന് തോന്നിയ നേട്ടങ്ങളും അതിൻ്റെ കോട്ടങ്ങളും
നേട്ടങ്ങളൊന്ന് പറയാം. ഇതിൻ്റെ നേട്ടങ്ങൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ കുറേ സമയമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഹൈലൈറ്റ്. രണ്ടാമത് ഇതിൻ്റെ ബാറ്ററി ഈ പറഞ്ഞ കണക്ക് 6000 mAh 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഒക്കെ നൽകിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. മൂന്നാമത്തേത് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നാലാമത്തേത് മികച്ച ഡിസൈനാണ്, കാണാൻ ഒരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അഞ്ചാമത്തേത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒരു മീഡിയം പെർഫോമൻസ് ആണ്. ഒരുപാട് ഒരു ഹയർ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്നുള്ള പെർഫോമൻസ് ഇല്ലെങ്കിലും ഒരു മീഡിയം പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. മാത്രമല്ല 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്, എക്സ്റ്റേണൽ മെമ്മറി കാർഡ് അതുകൊണ്ട് ഇടാൻ സാധിക്കും. അതെല്ലാം ഇതിൻ്റെ നേട്ടങ്ങളായിട്ട് എടുത്ത് പറയുമ്പോൾ എനിക്ക് തോന്നിയ ചെറിയ 1-2 കുറവുകൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ചിലുള്ള ഫ്രണ്ട് ക്യാമറ മാറി ഒരു പഞ്ച് ഹോൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. അതുപോലെ ഇതിനകത്തൊരു ബാക്ക് കേസ് കൂടെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നമ്മൾ ഈ ഫോണിനകത്ത് പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് തന്നെയും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് ഇതിനകത്തേക്ക് പതിയുന്നുണ്ട്, കണ്ടില്ലേ? മാത്രമല്ല ഈ ഒരു പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് പോറലുകൾ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ആര് വാങ്ങിയാലും ഒരു ബാക്ക് കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ പോറലുകൾ വീഴാനുള്ള സാധ്യത ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കേസ് കൂടി കൂടെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് സാംസങ് ഗാലക്സി M32 എന്നൊരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. അടുത്തായിട്ട് നമുക്ക് പ്രൈസിങ്ങിലേക്ക് കടക്കാം. 2 വേരിയൻറ്റ് 4GB 64GB വേരിയൻറ്റ് ഇതിൻ്റെ വില 14,999 രൂപയാണ്. അതുപോലെ 6GB റാം 128GB ഇൻ്റൽ മെമ്മറി വേരിയൻറ്റ് ഇതിൻ്റെ വില 16,999 രൂപയാണ്. അപ്പോൾ ബേസ് വേരിയൻറ്റിൽ 64GB ആണ് ഇൻ്റൽ മെമ്മറി. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും 128GB എന്ന ഹയർ വേരിയൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ അധികം ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, നമുക്ക് ജസ്റ്റ് വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 64GB വേരിയൻറ്റ് ഇനഫുമാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.